ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടച്ചക്ക വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിന് sheemachakka എന്നും പറയും കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടണേ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ കടച്ചക്ക കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇത് അധികം വലുതൊന്നുമല്ല, എന്നിട്ട് തീരെ ചെറുതുമല്ല കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് കറി വയ്ക്കുന്നതിനായിട്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കരുത്, നാളികേരം കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ നാളികേരത്തിൻ്റെ വറവാണ് കേട്ടോ. കറക്റ്റ് പാകത്തിന് നമ്മൾ വറുത്തെടുത്താലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറയാനും പാടില്ല, വറവ് കൂടാനും പാടില്ല. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകമാണ്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പിന്നെ ഉണ്ടല്ലോ, ഈ കടച്ചക്ക നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അരപ്പൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം കടച്ചക്ക വേവിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കടച്ചക്ക വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വരുമ്പോൾ കടച്ചക്കയുടെ വേവ് കൂടി പോവും, ആകെ കുഴഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഈ ഇത് അരച്ചെടുക്കുമല്ലോ, ആ അരപ്പിൽ വേണം കേട്ടോ കടച്ചക്ക വേവിച്ചെടുക്കാൻ. അപ്പോൾ കടച്ചക്ക നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് വെന്തുടയാതെ കിട്ടും. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു തണ്ട് കരിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നാളികേരം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. മുറുക്കി വെച്ചിട്ടുള്ള കടച്ചക്ക കഷ്ണങ്ങൾ ഇപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പകുതി നമ്മൾ ഈ കടച്ചക്ക വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അരപ്പിൽ കിടന്നിട്ട് കടച്ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കടച്ചക്ക വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി നമ്മൾ കുറച്ച് അരപ്പും കൂടി ഉണ്ടായിരുന്നു. പകുതിയാണ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പകുതിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം.
കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ, എരിവൊക്കെ നോക്കട്ടെ കേട്ടോ. ഉപ്പ് ലേശം കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, കടച്ചക്കയൊക്കെ നല്ല പാകത്തിനാണ് വെന്തിട്ടുള്ളത്. വെന്തുടനൊന്നും പോയിട്ടില്ല. ഇതുപോലെ കിടക്കണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടച്ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ കേട്ടോ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നാളികേരക്കൊത്ത് ചേർത്തിട്ടുണ്ട്. നാളികേരക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ നാളികേരക്കൊത്ത് മൂപ്പിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറുള്ളിയും കൂടി മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. മൂത്ത് വന്നപ്പോൾ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഒരു കുറുകിയ പാകത്തിലാണ് കേട്ടോ അത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.